ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് അഗ്നിവീർ വൈസ് സ്പോർട്സ് ഇൻടേക്കിന്റെ ഫുൾ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ്സ് ആണ്. നിങ്ങളുടെ കയ്യിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സ് ആൻഡ് വൈ ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാർക്ക് സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ കൂടി ഈ ഒരു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉള്ള എല്ലാവർക്കും എയർഫോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷനാണിത്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ റൈറ്റ്സ് ഉള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ്. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് SSCGD 2024-25 ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ആഗസ്റ്റ് 27 വരുന്നതായിരിക്കും. അതനുസരിച്ചിട്ട് ആന ഡിഫൻസ് അക്കാഡമിയിൽ SSCGDയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആഗസ്റ്റ് 30 മുതൽ ആരംഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ്. കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ടോട്ടൽ കോഴ്സ് ഫീസ് വരുന്ന 2500 രൂപയാണ്. ഈ ഒരു പാക്കേജിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ്. എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അതാത് ദിവസങ്ങളിലെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതാത് ദിവസത്തെ ലൈവ് ക്ലാസിന്റെ റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീക്കിലി 6 ദിവസം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. 100+ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതോടൊപ്പം ലഭിക്കുന്ന ഒരു എക്സ്ട്രാ ഫെസിലിറ്റീസ് എന്താണെന്ന് പറഞ്ഞാൽ മെഡിക്കൽ അവയർനെസ് ഫുള്ള് ചെക്കപ്പ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഫിസിക്കൽ ട്രെയിനിങ്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വെയിറ്റ് അനുസരിച്ചിട്ടുള്ള ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു പാരാമിലിറ്ററി ഫോഴ്സിലേക്കുള്ള ഒരു സെലക്ഷൻ എന്ന് പറയുമ്പോൾ റിട്ടൺ എക്സാം മാത്രമല്ല, അവിടെ ഫിസിക്കൽ ട്രെയിനിങ് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൂടി പാസ്സായാൽ മാത്രമേ നമുക്ക് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ പ്രൈസിൽ ലഭിക്കുന്ന ഒരു കോഴ്സാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക, നിങ്ങളുടെ ഡ്രീം ഒരു ഡിഫൻസ് ജോബ് ആണെങ്കിൽ. ഇനി നമുക്ക് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അഗ്നിവീർ വൈസ് സ്പോർട്സ് ഇൻടേക്ക് 01/2025 ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്യേണ്ട സ്റ്റാർട്ടിംഗ് ഡേറ്റ് 20th ആഗസ്റ്റ് ആണ്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 29th ആഗസ്റ്റ് ആണ്. ഇതിന് മുന്നേ തന്നെ നിങ്ങൾ ഫോം ഫിൽ ചെയ്തിരിക്കണം, നിങ്ങളുടെ കയ്യിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ. പിന്നെ ഈ ഒരു സെലക്ഷൻ പ്രോസസിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ട്രയൽ ആണ്. നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റ് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 18 മുതൽ സെപ്റ്റംബർ 20 ഇടയിലാണ്. ക്ലിയർ? മനസ്സിലായല്ലോ? ഫസ്റ്റ് സെലക്ഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആണ്, ഫിസിക്കൽ ട്രയൽ ആണ്. അതായത് 1200 മീറ്റർ റണ്ണിംഗ് ആണ്. അത് നടക്കുന്ന എന്നാണ്? സെപ്റ്റംബർ 18 സ്റ്റാർട്ട് ആവും, 20 ആവുമ്പോൾ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽ എല്ലാം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഏതൊക്കെ ഈവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികൾക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതും നോട്ടിഫിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത്ലറ്റിക്സിൽ തന്നെ ഏതൊക്കെ ഈവന്റ് നോക്കാം. 100, 200, 800 എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോക്സിംഗിന്റെ കാറ്റഗറി കൊടുത്തിട്ടുണ്ട്. ക്രിക്കറ്റ്, സൈക്ലിംഗ്, ഹാൻഡ്ബോൾ, ലോൺ ടെന്നീസ്, സ്വിമ്മിംഗ്, ഡൈവിംഗ്, ഷൂട്ടിംഗ്, വാട്ടർ പോളോ, റെസ്ലിംഗ് എല്ലാ ഈവന്റും വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ PDF നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പായ info@andan എന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. എന്നിട്ട് ആ ഒരു PDF ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇനി അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ഓൺലൈൻ രജിസ്ട്രേഷൻ ആണ് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്. അതായത് ഓൺലൈൻ ത്രൂ മാത്രമേ നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആൾറെഡി ഞാൻ പറഞ്ഞു 20th ആഗസ്റ്റ്. അതുപോലെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ 29th ആഗസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യേണ്ട സൈറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ ഒഫീഷ്യൽ PDF എടുക്കുക. PDF എടുത്തിട്ട് അത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫോം ഫിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓഫ്ലൈനിൽ നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യാൻ പറ്റത്തില്ല, ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതോടൊപ്പം കുട്ടികളെ ആന ഡിഫൻസ് അക്കാഡമിയിൽ RPFന്റെ ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. ഇത് ഓൺലൈൻ ക്ലാസ്സിന്റെ ഫീസാണ്. ഓഫ്ലൈൻ ക്ലാസ്സും ആൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. ഫിസിക്കൽ ട്രെയിനിങ്ങും അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് നോട്ടിഫിക്കേഷനിലെ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏജ് ലിമിറ്റ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഏജ് 2 ജനുവരി 2004 അതുപോലെ തന്നെ 2 ജൂലൈ 2007 ഇടയിൽ ജനിച്ച കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഡേറ്റിന് ജനിച്ച കാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് മെറിറ്റൽ സ്റ്റാറ്റസ്. അൺമാരിഡ് കാൻഡിഡേറ്റിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും മെയിൽ കാൻഡിഡേറ്റിന് മാത്രമേ ഇവിടെ എന്താണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അറിഞ്ഞിരിക്കുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 പാസ്സായിരിക്കണം. നിങ്ങൾ +2 മാത്തമാറ്റിക്സ്, ഫിസിക്സ് അതുപോലെ തന്നെ ഇംഗ്ലീഷ് പഠിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം. ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇംഗ്ലീഷിന് സെപ്പറേറ്റ് ആയിട്ട് 50% മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എയർഫോഴ്സ് എക്സ് ഗ്രൂപ്പിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈവൻ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ
ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 3 years ഡിപ്ലോമ കോഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 yearsന്റെ വൊക്കേഷണൽ കോഴ്സിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് എയർഫോഴ്സ് എക്സ് ഗ്രൂപ്പിലേക്ക്. ഇനിയാണ് അതർ ദാൻ സയൻസ് സബ്ജക്ട്, അതായത് എയർഫോഴ്സ് വൈ ഗ്രൂപ്പിലേക്ക്. എയർഫോഴ്സ് വൈ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ +2 പഠിച്ച കാൻഡിഡേറ്റ് ആയിരിക്കണം. ഏത് സ്ട്രീം ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ടോട്ടൽ അതായത് ഓവറോൾ 50% മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടായിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ എല്ലാ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് സ്പോർട്സ് അച്ചീവ്മെന്റ്സ്. ഇനി നമുക്ക് സ്പോർട്സ് അച്ചീവ്മെന്റ് ഡീറ്റെയിൽസ് വളരെ ക്ലിയർ ആയിട്ട് നോക്കാം. നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റിന്റെ ലെവൽ ഏതാണ് നമുക്ക് നോക്കാം. അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഏതൊക്കെ ഈവെന്റിലാണോ നിങ്ങൾ കളിച്ചിരിക്കുന്നത്, ഏത് ലെവലിലാണ് നിങ്ങൾ കളിച്ചിരിക്കുന്നത്, ആ ലെവലിൽ നിങ്ങൾക്ക് എത്രാമത്തെ പൊസിഷനാണ് കിട്ടിയത്, അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് 5th place ഇൻ ദി ജൂനിയർ നാഷണൽ കോമ്പറ്റീഷൻ. അതായത് ജൂനിയർ നാഷണൽ കോമ്പറ്റീഷൻ ലെവലിൽ നിങ്ങൾക്ക് 5ാമത്തെ പൊസിഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് യൂണിയൻ ടെറിട്ടറി ഇൻ സീനിയർ നാഷണൽ കോമ്പറ്റീഷൻ ലെവൽ നിങ്ങൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ സ്റ്റേറ്റ് ലെവലിൽ ജൂനിയർ ആൻഡ് സീനിയർ നാഷണൽ കോമ്പറ്റീഷൻ ലെവലിൽ നിങ്ങൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജൂനിയർ സീനിയർ ആൻഡ് ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ലെവലിലും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ക്രിക്കറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അണ്ടർ-19, അണ്ടർ-23, പിന്നെ രഞ്ജി ട്രോഫി, ദുലീപ് ട്രോഫി, പിന്നെ ദിയോദർ ട്രോഫി എന്നീ ട്രോഫീസിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഷൂട്ടിംഗ്, അതായത് നിങ്ങളുടെ ഈ ഇവന്റ് ഷൂട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ നാഷണൽ റാങ്കിങ്ങിൽ നിങ്ങൾ 15th പൊസിഷനിൽ എത്തിയിരിക്കണം. 10 meter എയർ പിസ്റ്റലിലും അതുപോലെ തന്നെ 10 meter എയർ റൈഫിളിലും. പിന്നെ 13th റാങ്കിൽ നിങ്ങൾ എത്തിയിരിക്കണം 50 meter റൈഫിളിലും. ഇതാണ് ഷൂട്ടിങ്ങിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഈ നാഷണൽ റാങ്കിങ്ങിൽ എത്തിയിരിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ചിട്ട് നിങ്ങൾ അതായത് ജൂനിയർ ആൻഡ് സീനിയർ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ലെവലിലോ, പിന്നെ അതുപോലെ തന്നെ ജൂനിയർ നാഷണൽ കോമ്പറ്റീഷൻ സ്റ്റേറ്റ് ലെവലിലോ, പിന്നെ കേലോ ഇന്ത്യ നാഷണലിലോ എവിടെയാണോ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 152 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ വെയിറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു ഹൈറ്റ്, നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് ഉണ്ടായിരിക്കണം. അതാണ് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ചെസ്റ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 75 വേണം. പിന്നെ എക്സ്പാൻഷൻ നിങ്ങൾക്ക് ഇവിടെ 5 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഇനി അറിഞ്ഞിരിക്കേണ്ട നിങ്ങൾ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഡോക്യുമെന്റ്സ് റിക്വയർഡ്. അതായത് ഏതൊക്കെ ഡോക്യുമെന്റ് ആണ് നിങ്ങൾ അവിടെ കൊണ്ടുപോകേണ്ടത്. നിങ്ങൾ അവിടെ 10 ഫോട്ടോ കൊണ്ടുവരിക്കണം. പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോഗ്രാഫ്, റീസെന്റ് ആയിട്ട് എടുത്ത ഫോട്ടോസ് ആയിരിക്കണം. പിന്നെ നിങ്ങൾ ഫോം ഫിൽ ചെയ്യുമ്പോൾ അവിടെ കൊടുക്കേണ്ട ഫോട്ടോ എങ്ങനെയാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ലേറ്റ് പിടിച്ച ഫോട്ടോ ആയിരിക്കണം. ആ സ്ലേറ്റിനകത്ത് വൈറ്റ് ചോക്ക് കൊണ്ട് നിങ്ങളുടെ പേര് എഴുതിയിരിക്കണം. പിന്നെ എന്നാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് ആ ദിവസത്തിന്റെ ഡേറ്റ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കണം കേട്ടോ. ഫോം ഫിൽ ചെയ്തതിനകത്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇതേ രീതിയിൽ തന്നെ ഫോട്ടോ നിങ്ങൾ ഒട്ടിച്ചിരിക്കണം. പിന്നെ അതേപോലെ തന്നെ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം, പാസിംഗ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം, പിന്നെ മാർക്ക് ഷീറ്റ് കൊണ്ടുപോയിരിക്കണം. പിന്നെ +2ന്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് അവിടെ കൊണ്ടുപോയിരിക്കണം. എല്ലാത്തിനും ഒറിജിനലും കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ 4 ഫോട്ടോ കോപ്പിയും കൊണ്ടുപോയിരിക്കണം. ഇനി നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ് ആണ് നിങ്ങളുടെ കയ്യിലുള്ള സ്പോർട്സ് സർട്ടിഫിക്കറ്റിന്റെ ഒറിജിനൽ നിങ്ങൾ കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ 4 ഫോട്ടോ കോപ്പി നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. പിന്നെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോകണം. ഒറിജിനൽ ആണ് കൊണ്ടുപോകേണ്ടത്. എല്ലാത്തിൻ്റെ ഒറിജിനൽ കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ ഫോട്ടോ കോപ്പി നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ഇനി നമ്മൾക്ക് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് എന്താണെന്ന് നോക്കാം. സെലക്ഷൻ പ്രോസസ്സിലെ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഫിസിക്കൽ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നിങ്ങളുടെ സെക്കൻഡ് ട്രയൽ അവിടെ നടക്കാൻ പോകുന്നത്. സെപ്റ്റംബർ 18-നാണ് നിങ്ങളുടെ ഫിസിക്കൽ ട്രയൽ നടക്കുന്നത്. ഡൽഹിയിൽ വെച്ചിട്ടാണ്, എയർഫോഴ്സ് സ്റ്റേഷൻ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ് നിങ്ങളുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത്. ആ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് പാസ്സായാൽ അതിന് അടുത്ത ദിവസം അതായത് സെക്കൻഡ് ഡേയിൽ പിന്നെ നടക്കുന്നത് സ്പോർട്സ് സ്പെസിഫിക് ട്രയൽസ് ഇൻ ദ റെസ്പെക്റ്റീവ് സ്പോർട്സ് ഡിസിപ്ലിൻ ഫോർ കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ക്ലിയർ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്. അതായത് ഈ ഒരു PFT ടെസ്റ്റിൽ പാസ്സായ കുട്ടികൾക്ക് അവരവിടെ കൊടുത്തിരിക്കുന്ന ഏത് ഈവന്റ് ആണോ അതിന്റെ ട്രയൽ അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി തേർഡ് ഡേയിൽ പിന്നെ നടക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. തേർഡ് ഡേയിൽ സ്പോർട്സ് സ്പെസിഫിക് ട്രയൽ ഫോർ ദ കാൻഡിഡേറ്റ് ഹു ആർ ഷോർട്ട് ലിസ്റ്റഡ് ഡ്യൂറിംഗ് പ്രീവിയസ് ഡേ ട്രയൽ. അതായത് ഈ ഫസ്റ്റ് ദിവസം ട്രയൽ കഴിഞ്ഞല്ലോ, ആ ട്രയലിനകത്ത് എത്ര കുട്ടികളാണോ സെലക്ട് ആയത് അവരുടെ പിന്നെയും ട്രയൽ ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് 3ാമത്തെ ദിവസം നടക്കുന്നത്. ഇവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഡേ ട്രയലിൽ ഏതൊക്കെ കാൻഡിഡേറ്റ് ആണ് സെലക്ട് ആയത് അവരുടെ ട്രയൽ ആയിരിക്കും പിന്നെ 3ാമത്തെ ദിവസം നടക്കാൻ പോകുന്നത്. 4ാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റേഷൻ ആണ്. ഫുൾ ഡോക്യുമെന്റ് നിങ്ങളുടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആണോ അതോ എത്ര മാസം വാലിഡിറ്റി ആണോ ഉള്ളത്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് അവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം 5th ഡേയിൽ മെഡിക്കൽ ആണ് അവിടെ നടക്കാൻ പോകുന്നത്. അതായത് ഇവിടം വരെ റെക്കമെൻഡ് ഏതൊക്കെ കാൻഡിഡേറ്റ് ആയോ അത്രയും റെക്കമെൻഡഡ് ആയ കാൻഡിഡേറ്റിന് എന്താണ് മെഡിക്കൽ ആയിരിക്കും നടക്കാൻ പോകുന്നത് 5th ഡേയിൽ. ഇതാണ് പ്രോപ്പർ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പല കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ഈ ഫിസിക്കൽ ട്രയലിനകത്ത് ഏതൊക്കെ ഈവന്റ് ആണ് നടക്കുന്നത്, എത്ര കിലോമീറ്റർ ഓടണം, ടൈമിംഗ് എത്രയാണ്, അതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ഡൗട്ട് വേണം. അതുകൂടി ഞാൻ പറഞ്ഞു തരാം നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച്. ഇവിടെ ക്ലിയർ ആയിട്ടും പറഞ്ഞിട്ടുണ്ട് PFT-ക്കകത്ത് അതായത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റിനകത്ത് 1.6 കിലോമീറ്റർ റൺ ആണ്. അത് നിങ്ങൾ എടുക്കേണ്ട ടൈമാണ് 7 മിനിറ്റ്. 7 മിനിറ്റിനുള്ളിൽ നിങ്ങൾ 1.6 കിലോമീറ്റർ അതായത് 1600 മീറ്റർ റണ്ണിംഗ് നിങ്ങൾ ക്രോസ് ചെയ്തിരിക്കണം, നിങ്ങൾ ഓടിയെത്തിയിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് പിന്നെ നെക്സ്റ്റ് ഫിസിക്കൽ ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
എടുക്കത്തുള്ളൂ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 10 പുഷപ്പ്, 10 സിറ്റപ്പ്, അതുപോലെ തന്നെ 20 സ്ക്വാട്സ്. ഇതെല്ലാം 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എടുത്തിരിക്കണം. വളരെ ഈസി ആയിട്ടുള്ളൊരു ഫിസിക്കൽ ടെസ്റ്റ് ആണ് ഇന്ത്യയുടെ മറ്റ് ഡിഫൻസ് ഫോഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഏറ്റവും ടഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയാണ്, അതിനുശേഷം പിന്നെ നേവിയാണ്, പിന്നെ എയർഫോഴ്സ് ആണ്. ഇന്ത്യൻ ആർമിയുടെ പറയുമ്പോൾ അവിടെ ഈ ഒരു 1200 മീറ്റർ നമ്മൾ 5 മിനിറ്റ് 30, 5 മിനിറ്റ് 45 എത്തണം. നേവി എന്ന് പറയുമ്പോൾ അവിടെ 6 മിനിറ്റ് 30 എത്തണം. എയർഫോഴ്സ് എന്ന് പറയുമ്പോൾ 7 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് ഓടിയെത്തിയാൽ മതി. അപ്പം ഇത്രയുമാണ് ഇതിന്റെ പ്രോപ്പർ സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഐ തിങ്ക് നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനലും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിന്റെ അപ്ഡേറ്റ്സ് ആരും തന്നെ നൽകിയിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ സ്പോർട്സ് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക. ഏതെങ്കിലുമൊക്കെ കാൻഡിഡേറ്റിന് വളരെയധികം ബെനിഫിറ്റ് ആകുന്നതായിരിക്കും ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.